ഞാൻ സത്യം ഞങ്ങൾ എല്ലാവരോടും പറയാറ്, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് തൊയ്രം കെടുത്തിയിട്ട് വാങ്ങിച്ചെടുത്തതാണ് പാച്ചുവിനെ. ചിലപ്പോൾ എനിക്ക് ആ മോനെ എനിക്ക് കാണിച്ചതെങ്കിൽ ചിലപ്പോൾ അതോടുകൂടി എനിക്ക് ഞാൻ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. 26 ആഴ്ചയുള്ള ഒരു കൊച്ച് എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് ഫീച്ചേഴ്സ് പോലും വന്നിട്ടുണ്ടാവില്ല. ഈ വയറ്റിൽ കിടന്നുള്ള പിടിവലിയില് കുറേ ബ്ലഡ് സ്റ്റെയിൻസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കുഞ്ഞിനുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പോയിന്റിൽ എനിക്ക് ദൈവത്തിനോട് ഭയങ്കര ദേഷ്യമായിപ്പോയി. കാരണം പ്രഗ്നന്റ് ആവാൻ വേണ്ടി കുറെ പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ദൈവം ഇങ്ങനെ ഒരു ഡെലിവറി ആണല്ലോ എനിക്ക് തന്നത്. നൈസൂൾസ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ അതിഭീകര പ്രഷറായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പിന്നെ ഞാൻ എന്നും NICUവിൽ പോകുമ്പോൾ ഇവിടെ കെസ്റ്ററിന്റെ അടുത്ത് പള്ളിയിൽ കയറിയിട്ടപ്പോ അവിടെ ശവക്കോട്ടയിൽ ഒരു ചെറിയൊരു കപ്പേലുണ്ട്, അവിടെ നിന്ന് കരയും ഞാൻ. നമുക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തിട്ട് പോലും അവന് കേറുന്നില്ല ഓക്സിജൻ ലെവല്. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല, അത് റിമൂവ് ചെയ്യാം. ആ ഒരൊറ്റ മണിക്കൂർ ഞങ്ങൾ കാറിലിരുന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, കാരണം ഇത് അവസാനത്തെ പോക്കാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഡാഡി അന്ന് എനിക്കൊരു വാക്ക് തന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്റെ മോനെ നിന്റെ കയ്യിൽ വെച്ച് തരുന്നു, എനിക്കൊരു വാക്ക് തന്നു. ദേ പോയി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങള് അവനില്ലാണ്ട് അവനെ പള്ളിയിലേക്ക് കൊണ്ടുപോവാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് വരെ എത്തിയിട്ടുണ്ട്. ഈ അമ്മയായതിനു ശേഷം അല്ലെങ്കിൽ പാച്ചു വന്നതിന് ശേഷം ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണ് ചേച്ചി? ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ അവൻ മാത്രമാണ്. എന്ത് പറയുകയാണെങ്കിലും അവനിലെ ചെന്ന് അവസാനിക്കുകയുള്ളൂ. എനിക്ക് അവന്റെ ഓരോ മൈൽ സ്റ്റോൺസ് കാണുമ്പോഴും എന്നിലെ അമ്മ ഭയങ്കര പ്രൗഡാണ്. പക്ഷേ ചേച്ചി ആ സംസാരത്തിൽ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരമ്മയെന്ന നിലയിൽ ആർക്ക് വേണമെങ്കിലും എല്ലാ തീരുമാനങ്ങളും എടുക്കാം. പക്ഷെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഒരാളില്ലാതായപ്പോഴും ചേച്ചിയുടെ ഒരു അവകാശമാണ് അല്ലേ ആ കുഞ്ഞിനെ ഒന്ന് ഒരു നോക്കി കാണാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ അത് അവിടെ നിഷേധിക്കപ്പെടും. പല കാരണങ്ങളായിരിക്കും, നമുക്ക് അറിയില്ല അവിടുത്തെ അന്ത സിറ്റുവേഷൻ കാര്യങ്ങള്. കുറ്റം പറയാൻ പറ്റില്ലെങ്കിൽ പോലും അന്ന് ചേച്ചിയുടെ ഒരു അവസ്ഥ കാണുമല്ലോ. കാരണം അന്ന് ചേച്ചിക്ക് ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, എന്തുകൊണ്ട് അവര് പറഞ്ഞില്ല എന്താന്നറിയില്ല. ഈ നിമിഷം വരെ എനിക്ക് അതിലൊരു അയ്യോ അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നത് എനിക്ക് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോ എനിക്ക് ആ മോനെ എനിക്ക് കാണിച്ചതെങ്കിൽ ചിലപ്പോൾ അതോടുകൂടി എനിക്ക് ഞാൻ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മമ്മിക്ക് അത് ഞാൻ എൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് എന്നെ മനസ്സിലാക്കിയിട്ട് എന്നെ കൂടുതലും വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവൻ എനിക്ക് കാണിച്ചു തരാതിരുന്നത്. കാരണം 26 ആഴ്ചയുള്ള ഒരു കൊച്ച് എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് ഫീച്ചേഴ്സ് പോലും വന്നിട്ടുണ്ടാവില്ല. മാത്രമല്ല ഈ വയറ്റിൽ കിടന്നുള്ള പിടിവലിയില് കുറേ ബ്ലഡ് സ്റ്റെയിൻസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കുഞ്ഞിനുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് കൂടുതൽ ട്രോമയാവും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കണ്ട എന്ന് വെച്ചിട്ട് മാറ്റിയത്. അത് ഞാൻ ഇന്നും അതിലെനിക്കൊരു പരാതി എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം നമ്മള് ഒരു ഇമോഷണലി എനിക്കൊരു നോക്ക് കണ്ടിരുന്നെങ്കിൽ തോന്നുമെങ്കിലും, പക്ഷെ അത് പ്രാക്ടിക്കലി നന്നായെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ മമ്മി ഡാഡിയും ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഫോട്ടോസിലാണെങ്കിൽ ഞാൻ കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്ന ഭാഗങ്ങളെ അവർക്ക് എന്നെ കാണിക്കാനും പറ്റുള്ളൂ. അപ്പൊ അതിൽ എന്നെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. അപ്പൊ പിന്നെ എനിക്ക് ആ ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി തൃപ്തിയായെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ അതിൽ ഹാപ്പിയാണ്, ആ ഫോട്ടോയിൽ ഞാൻ ഹാപ്പിയാണ്. അത് ഞാനൊരു ട്രഷർ പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു 56 ദിവസം ശേഷമാണ് കെൻട്രി ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു ദിവസം ആ ഒരു മൊമെന്റ് ഭയങ്കരമായിട്ട് അതെ ഞാൻ ഒത്തിരി അന്ന് കൊറോണ ടൈമാണ്. ഇന്നത്തെ അതാ ഞാൻ പറഞ്ഞത്, ദൈവം ശരിക്കും വലച്ച സമയങ്ങളാണ്. ശരിക്കും ഒരു നോർമൽ സമയത്താണ് ഡെലിവറി എങ്കിൽ നമുക്ക് NICUവിൽ കയറി കുട്ടിയെ കാണാൻ ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ലായിരുന്നു. ഇത് കൊറോണ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഹോസ്പിറ്റൽ എൻട്രി പോലും റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പൊ എൻ്റെ കൂടെ ഒരാൾക്കേ നിൽക്കാൻ പാടുള്ളൂ. അവര് പുറത്തു പോയാൽ വേറൊരാള് വരാൻ പാടില്ല, വരണമെങ്കിൽ തന്നെ കൊറോണ ടെസ്റ്റ് ചെയ്യണം. അത് അത്രയും റെസ്ട്രിക്ഷൻ ആയിരുന്നു. അപ്പോൾ നമുക്കൊന്നും NICUവിലെ ആ ഒരു പടിവാതിൽ പോലും കയറ്റില്ല, അങ്ങനെയായിരുന്നു. അപ്പൊ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. കാരണം നമ്മൾ പ്രസവിച്ചു, പക്ഷെ കുഞ്ഞ് കയ്യിലില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് തന്നെ വീട്ടിൽ വിട്ടു. അപ്പൊ കുട്ടി എവിടെയോ ഞാൻ എവിടെയോ അങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇന്ന് കാണാം നാളെ കാണാമെന്ന് പറഞ്ഞ് 50-56 ദിവസം ആയി. അങ്ങനെ പ്രതീക്ഷയൊക്കെ പോയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇപ്പൊ എല്ലാ ദിവസവും 3 നേരം പോവും പാല് കൊടുക്കാനായിട്ട്.
പിന്നെ കൗൺസിലിങ്ങിനായിട്ട് പോകും. എല്ലാ ദിവസവും രാവിലെ അവൻ്റെ കണ്ടീഷൻസ് പറയാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് വിളിപ്പിക്കും, വൈകിട്ടും പോകും. അങ്ങനെ നമുക്കൊരു യൂസ് ടു ആയി. 3 നേരം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരും, ഒരു 6-7 നേരം പാൽ കൊടുക്കാൻ പോവാ. അങ്ങനെ പോയി വന്ന് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്. ഡിംപിൾ വേഗം വായോ, കുഞ്ഞിനെ കാണാനായിട്ട് NICUലേക്ക് കയറാം. അപ്പൊ ഇവിടെ ഞാൻ ഇരുന്നിട്ടാണ് ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞ് അങ്ങനെ എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ചെല്ലുന്നത് കൊച്ചിനെ കാണുന്നത്. അത്രയും നാൾ വരെ നമ്മൾ ദൂരെ നിന്നിട്ടാണ് കാണുന്നത്. അതായത് ഒരു നിഴൽപ്പാട് പോലെയാണ് കാണുന്നത്, ഒരു ഗ്ലാസ് ഡോറിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നേരിട്ട് കാണാൻ പോകുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, എങ്ങനെ ഞാൻ എടുക്കുക. കാരണം ഒരു കിലോ തികച്ച് ഇല്ല, അങ്ങനെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആകെ ഒരു വട്ടം അടുത്ത് മീൻസ് കുറച്ച് അവന്റെ കരച്ചിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഒരു 9-10 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് ഡോക്ടർ വന്നു. അപ്പൊ ആ ഗ്യാപ്പിൽ അവൻ കരഞ്ഞു. അപ്പോഴാണ് അവന്റെ കരച്ചിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ 56-ാം ദിവസം ഞാൻ നേരിട്ട് കാണാൻ പോവാണ്. അപ്പൊ അങ്ങനെ കാണാൻ പോയി കുറേ നേരം NICUവിന്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ആ സമയമൊക്കെ എനിക്ക് മിനിറ്റുകൾ, എനിക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമായിരുന്നു. അങ്ങനെ മമ്മിയും മറിയാമ്മയും ഞാനും കൂടിയിട്ടാണ് പോകുന്നത്. ഡാഡി ഉണ്ട്. കാണാൻ പോകുന്നു. കൊച്ചിനെ എടുക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് കാണാം, കാരണം ഫുൾ ട്യൂബ്സും കാര്യങ്ങളൊക്കെയാണ്. കണ്ടു. എന്നെ കണ്ടപ്പോൾ തന്നെ അവൻ അറിഞ്ഞോണ്ടോ അറിയാണ്ടോ അവൻ കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാനും കരഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ NICUവില് അല്ലെങ്കിൽ ഇത്രയും പ്രീമച്വർ ആയിട്ടുള്ള ബേബീസിനെ നോക്കിയവർക്ക് അറിയാം, ഈസി അല്ല അവരെ ഹാൻഡിൽ ചെയ്യാനും അവരെ ബ്രിങ്ങപ്പ് ചെയ്യാനും അത്ര ഈസി അല്ല. അപ്പൊ എനിക്കും എങ്ങനെ ഞാൻ ഈ കൊച്ചിനെ വളർത്തി ഉണ്ടാക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു പേടിയായിരുന്നു എനിക്ക് അവൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ ഇപ്പോ എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ചേച്ചിയുടെ സംസാരത്തിലും അല്ലെങ്കിൽ ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നു ചേച്ചി ഭയങ്കര ഒരു ദൈവവിശ്വാസിയാണ്, അല്ലെങ്കിൽ ദൈവത്തിനോട് അത്രമാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്തൊക്കെ, അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും അല്ലേ ദൈവത്തെ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പോയിന്റിൽ എനിക്ക് ദൈവത്തിനോട് ഭയങ്കര ദേഷ്യമായി പോയി. കാരണം പ്രഗ്നന്റ് ആവാൻ വേണ്ടി കുറെ പ്രാർത്ഥന, പ്രഗ്നൻസിയിൽ ഫുൾ ടൈം പ്രാർത്ഥനയായിരുന്നു, കുർബാനയും അതും ഇതും ഫുൾ ടൈം ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം ഇങ്ങനെ ഒരു ഡെലിവറി ആണല്ലോ എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ടും ഈ NICUവിൽസ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ അതിഭീകര പ്രഷറായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പിന്നെ ഞാൻ എന്നും NICUവിൽ പോകുമ്പോൾ ഇവിടെ കെസ്റ്ററിന്റെ അടുത്ത് പള്ളിയിൽ കയറിയിട്ട് പോവാം, ശവക്കോട്ടയിൽ കയറി. അവിടെ ശവക്കോട്ടയിൽ ഒരു ചെറിയൊരു കപ്പേലുണ്ട്, അവിടെ നിന്ന് കരയും. ഞാൻ കരഞ്ഞ് വിളിച്ചിട്ടാണ് പാച്ചൻ്റെ അടുത്തേക്ക് പോകുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളും പിന്നോക്കമാണ്, ഹോപ്പ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം ഈ കൊച്ചിനെ ഇത്രയും, നമ്മുടെ സങ്കടം ഒരു സൈഡില്, ഈ കൊച്ചാണെങ്കിലും വേദന എടുത്തിട്ട് കാര്യം അവന് പറയാനും മനസ്സിലാക്കാനുള്ള പ്രായം ആയിട്ടില്ലെങ്കിൽ പോലും അതും വേദന അനുഭവിക്കില്ലേ ജനിച്ചപ്പോ തൊട്ട്. അതൊക്കെ കണ്ടപ്പോ എനിക്ക് പിന്നെ പരാതിയായി, എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. പിന്നെ അത് എല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയല്ല. നമുക്ക് പിന്നെ മെന്റൽ സപ്പോർട്ടിന്റെ ഫാമിലി അത്രയും കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ സത്യം ഞങ്ങൾ എല്ലാവരോടും പറയാറ്, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് തൊയ്രം കെടുത്തിയിട്ട് വാങ്ങിച്ചെടുത്തതാണ് പാച്ചുവിനെ. ഇപ്പൊ ആൻസർ ചേട്ടനാണെങ്കിലും ആൻസറുടെ വീട്ടുകാരാണെങ്കിലും അവന് പാച്ചുവിന് കിട്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് കണക്കില്ല എന്ന് ഞാൻ പറയും. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും പിന്നെ ഞാൻ ഈ വചനം എഴുതി പ്രാർത്ഥിക്കും ഞാൻ. അപ്പൊ NICUവില് ഇപ്പൊ എനിക്കിപ്പോ പ്രത്യേകിച്ച് വേറെ പണിയില്ലല്ലോ, പ്രസവിച്ച് കിടക്കുകയാണെങ്കിലും നമുക്കൊന്നും ചെയ്യാനില്ല, ഈ പാല് കൊടുക്കാൻ വരിക പോവാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അല്ലാത്ത നേരം ഫുൾ ടൈം ഞാൻ റൂം അടച്ചിരുന്ന് വചനം എഴുതി. ഒരു വട്ടം 1000ാമത്തെ വട്ടം എഴുതി കഴിഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് കോള് വരുന്നത് പാച്ചുവിനെ കാണാൻ പറഞ്ഞിട്ട്. നെക്സ്റ്റ് ടൈം 1000ാമത്തെ വട്ടം 1001ാമത്തെ എഴുതുന്ന സമയത്താണ് പാച്ചുവിനെ പുറത്തേക്ക് NICUവിന്റെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് ഡോക്ടർ വിളിച്ച് പറയുന്നത്. അപ്പൊ അത് എപ്പോഴും എനിക്കൊരു സ്ട്രെങ്ത് തരാറുണ്ട് ആ വചനം എഴുതുക എന്നുള്ളത്. അത് ഇന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ദൈവം ഉത്തരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പറഞ്ഞത് ശരിയാണ്. എനിക്കൊന്നും തോന്നുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് പിടിച്ചെടുക്കുക എന്ന് പറയാം. അതെല്ലാവരും പറയൂട്ടെ, പിടിച്ചെടുത്തതാണ് അവനെ. കാരണം ദേ പോയി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങള് അവനില്ലാണ്ട് അവനെ പള്ളിയിലേക്ക് കൊണ്ടുപോവാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. അവന്റെ വെന്റിലേറ്റർ റിമൂവ് ചെയ്യുന്ന ആ ഒരു ഇത് സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് വരെ എത്തിയിട്ടുണ്ട്. കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ നമുക്കത് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ മണിക്കൂറുകൾ കൊണ്ടാണ് ദൈവം അവനെ ശരിക്കും
ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അത് അന്നൊരു 40 SpO2 ആയ സമയമായിരുന്നു. നമുക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തിട്ട് പോലും അവന് കയറുന്നില്ല ഓക്സിജൻ ലെവല്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, അത് റിമൂവ് ചെയ്യാം. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം ശരി എന്ന് പറഞ്ഞ് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊരു 1 മണിക്കൂറും കൂടി നോക്കാം, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേ, യെസ് ഓർ നോ ആണെങ്കിൽ നിങ്ങൾ ഒരു വെയിറ്റ് ചെയ്യും, നമുക്ക് എന്തായാലും ഒരു ഡിസിഷൻ എടുക്കണമല്ലോ. ആ ഒരു 1 മണിക്കൂർ കൊണ്ടാണ് ഈ SpO2 40 എന്നുള്ളത് 60 ആയി, 80 ആയി, 93 ആയി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കീപ്പോട്ട് വന്നിട്ടില്ല. ഈ ഒരു നിമിഷം വരെ 100-ൽ. അത്ഭുതം പോലെ ശരിക്കും ഞാൻ പറയാം, ഒരൊറ്റ മണിക്കൂർ ഞങ്ങൾ കാറിലിരുന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട്. കാരണം ഇത് അവസാനത്തെ പോക്കാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് തന്നതാണ് അവനെ. എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് 1 വയസ്സ് വരെ എല്ലാം ഫെയിലായിരുന്നു. പാസ് മറ്റേ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇയർ, മറ്റേ ഐസ്, പിന്നെ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യും, ഭയങ്കര ഫെയിലായിരുന്നു. പക്ഷെ ആ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും എല്ലാം പോസിറ്റീവ് ആയിട്ട് വന്നു. നമ്മൾ ടൈം കൊടുക്കണം. അപ്പം പലർക്കും അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രീമച്യൂർ ബേബിനെ വളർത്തിയെടുക്കാതെ നോർമൽ പ്രീമച്യൂർ ബേബി അല്ല, നമുക്കിപ്പോ ഒത്തിരി എന്താ പറയാ ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെ വന്ന കുട്ടിയാണ്. അപ്പം ഒരു പ്രീമച്യൂരിറ്റിയിൽ ജനിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള, വെയിറ്റ് കുറവിൽ ജനിക്കുക എന്നുള്ളത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പക്ഷെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന്റെ കോംപ്ലിക്കേഷൻ ലെവല് ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ. അപ്പൊ അത് നമ്മള് ഇതാ ഞാൻ പറഞ്ഞത്, 1 വർഷം വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം ഇവന് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക നമ്മൾ പേടിച്ചിട്ടാണ് ഇവനെ ഞങ്ങളിങ്ങനെ ഉറക്കമില്ലാണ്ട് നോക്കിയിരിക്കും ഇവനെ. അങ്ങനെയായിരുന്നു. എൻ്റെ ബെഡ്റൂമിൽ ഞാനും മമ്മി, ഡാഡി, മറിയാമ്മ, അന്ന് എന്നെ നോക്കാൻ ഒരു കുട്ടി ഉണ്ടായിരുന്നു, മറിയാമ്മ, ഞങ്ങൾ 4 പേരും കൂടി ഒരു റൂമിൽ കിടക്കും. മാറി ഞങ്ങൾ നോക്കിയിരിക്കും കൊച്ചിനെ. അങ്ങനെയാണ് 1 വയസ്സ് വരെ ഞങ്ങൾ അവനെ കൊണ്ടുവന്നത്. അപ്പോ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തായിരിക്കും നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മളോട് ആരൊക്കെ നിക്കില്ല, നമ്മൾ വിശ്വസിക്കുമല്ലോ ഇത്ര ആളുകൾ നമുക്ക് ഒപ്പം ഉണ്ട്, നമ്മുടെ ആളുകളാണെന്ന് വിശ്വസിക്കുന്നവർ പോലും ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടായെന്ന് വരില്ല. ചേച്ചി തന്നെ പറഞ്ഞ് ഞാൻ കേട്ടു, ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രതീക്ഷവർ പോലും നിന്നിട്ടില്ല എന്നുള്ളത്. അതൊക്കെ ഒരു തിരിച്ചറിവാണല്ലേ? അതെ. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ കുറെ പേരിങ്ങനെ സ്നേഹത്തിൽ വരുമ്പം ഞാൻ അപ്പൊ മനസ്സിൽ വിചാരിക്കും, എന്റെ വീണെടുക്കുന്ന സമയത്ത് ഈ സ്നേഹമൊന്നും ഞാൻ കണ്ടില്ലല്ലോ. കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പെരുമാറാൻ പാടില്ലെങ്കിൽ പോലും എനിക്ക് എന്തോ എപ്പോഴും അത് തേട്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ചറിവാണ് നമുക്ക്. എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു തിരിച്ചറിവാണ്. അപ്പൊ നമുക്കൊരു വീഴ്ച ഉണ്ടാവുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ സപ്പോർട്ട്, നമ്മൾ വീണെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ തളർച്ച തോന്നും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ തളർച്ച തോന്നും, നമുക്ക് കൂടുതൽ നേരം കരഞ്ഞിരിക്കാൻ തോന്നും. എന്നെ സംബന്ധിച്ച് അന്ന് ഒരുപാട് നേരം കരഞ്ഞിരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വീണ് കിടന്നാലും അവിടെ കിടക്കുകയുള്ളായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് ഫൈറ്റ് ചെയ്യാൻ കാരണം എനിക്ക് ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പാണ്, ഒരു തോന്നലാണ്. ഞാൻ അവിടുന്ന് എണീറ്റ് ഞാൻ തന്നെയാണ് എല്ലാ ദിവസവും ഞാൻ തന്നെ പോവായിരുന്നു ഹോസ്പിറ്റലിൽ. അവിടെ ശരിക്കും അമ്മ NICU നമ്മളെ എല്ലാ ദിവസവും ഇതുപോലെ കൗൺസിലിങ്ങിന് വിളിക്കും. മിക്ക അമ്മമാരും ഉണ്ടാവില്ല, അമ്മമാരൊക്കെ കരഞ്ഞു തളർന്ന് എവിടെയെങ്കിലും കിടപ്പായിരിക്കും. പക്ഷെ ഞാൻ ഉണ്ടാവും, മുമ്പിൽ തന്നെ ഉണ്ടാവും ഞാൻ NICUവിന്റെ വാതിക്കെ. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലത്തെ ഒരു തിരിച്ചറിവുകളാണ്. ഞാൻ തന്നെ വേണം അവനെന്നുള്ളൊരു തിരിച്ചറിവ്. അന്ന് ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ അന്ന് ഈ നമ്മൾക്ക് ഒരു ഹെൽപ്പും ചെയ്യാത്തവരൊക്കെ ഇപ്പം എന്ന് വെച്ചാൽ അത് അവർക്ക് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇത് ഇപ്പോഴും കാണാം. അപ്പൊ ഇപ്പോഴും നമുക്കിടയിലേക്ക് വരാറുണ്ടോ സ്നേഹത്തോടെ? അതുണ്ടാവുമല്ലോ. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ ഉള്ളിൽ വെച്ച് അയ്യോ അന്ന് ചെയ്തില്ല, എന്നാ നിന്നെ ഞാൻ കാണിച്ചു തരാം, അങ്ങനെയല്ല. നമുക്കൊരു തിരിച്ചറിവാണ്, അന്ന് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇനി ആയാലും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. എന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ പെരുമാറണ്ട. ഇന്ന് എനിക്കിപ്പോ ഭയങ്കര പ്രൗഡാണ് അവനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയതാണ്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ എൻ്റെ കുറച്ച് കൂടുതലായിരുന്നു അത്. ഇതുപോലെ വന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ മാത്രമല്ല ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന അമ്മമാരിട്ട് ഒരുപാട്. ഇപ്പം NICU ആയിരുന്ന സമയത്ത് തന്നെ ഒത്തിരി പേര്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അമ്മമാര്. അപ്പൊ ഞങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേരുണ്ട് എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്നത്. അവർക്ക് അറിയാൻ പറ്റും ഞാൻ ഈ പറയുന്ന സ്ട്രഗിൾസ്. ഡാഡിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്നല്ലേ? എനിക്കൊന്ന് ഈ സ്ട്രഗിളിങ് സ്റ്റേജിലും ഒക്കെ അമ്മയെ കണ്ടിട്ട് പോലും കരയാത്ത ചേച്ചി. ഡാഡി കുഞ്ഞിലെ മുതല് ഒരു സ്പെഷ്യലാണ് എപ്പോഴും. എനിക്ക് ഡാഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പെഷ്യലാണ്. മമ്മി അല്ല എന്നല്ല, പക്ഷെ ഡാഡി ഒരു
പെർസെൻറ്റേജ് കൂടുതലായിരുന്നു പണ്ട് മുതലേ. ഡെലിവറിയുടെ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ റൂമിലേക്ക് വരുമ്പോൾ മമ്മി മാത്രം, മമ്മി കരഞ്ഞെങ്കിലും ഞാൻ കരഞ്ഞില്ല, ഞാൻ ഷോക്കായി പോവാ ചെയ്തത്. ഞാൻ എത്രയോ സമയം കരഞ്ഞില്ല, ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞില്ല. പക്ഷെ ഡാഡീനെ കാണുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കരയുന്നത്. അപ്പോൾ ഡാഡിയും അന്ന് ആദ്യമായിട്ട് കരഞ്ഞു കാണുന്നത് അന്നാണ്. ഞാൻ ഈ ഓളിയിട്ട് കരഞ്ഞു കാണപ്പോൾ ഡാഡിയും കരയാണ്. ഡാഡി അന്ന് എനിക്കൊരു വാക്ക് തന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്റെ മോനെ നിന്റെ കയ്യിൽ വെച്ച് തരുന്നു, എനിക്കൊരു വാക്ക് തന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ എന്നേക്കാൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഡാഡി. ഇപ്പോൾ രാവിലെ രാത്രി ഇല്ലാണ്ടാണ് ഇവന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇവിടുന്ന് എക്സ്പ്രസ് ചെയ്തിട്ടാണ് കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോകണം. ഓരോ 1 മണിക്കൂറിലും കൊണ്ടുപോകണം, കാരണം പഴുകാൻ പാടില്ലല്ലോ. അപ്പോൾ ഓരോ മണിക്കൂറിലും ഡാഡി പാലും കൊണ്ട് ഇവിടുന്ന് ഹോസ്പിറ്റൽ വരെ പോവും, തിരിച്ചു വരും. സത്യം പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ് പോലും ഡാഡിക്ക് ഉണ്ടായിട്ടില്ല, കാരണം രാത്രിയും കൊണ്ടുപോവും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൗൺസിലിങ്ങിന് പോവും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവൻ വിളിക്കും, ഇപ്പൊ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിപ്പിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ പറയും. ശരിക്കും ഒരു 2 വർഷം ഡാഡി എനിക്ക് വേണ്ടി മാത്രമാണ് നിന്നത്. അപ്പോൾ അതിലൂടെ ഞങ്ങളും കൂടുതൽ അടുത്തു. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു പീരീഡിൽ ഞങ്ങൾ 2 പേരും ആണ് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. ഡോക്ടേഴ്സിന്റെ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും ഡാഡിയാണ് ആ സമയത്ത് സംസാരിക്കാൻ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നത് എൻ്റെ കൂടെ ഡാഡി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയി. ഇപ്പൊ ഞാനില്ലെങ്കിലും പാച്ചുവിനും അപ്പാപ്പനും ഉണ്ടെങ്കിൽ അവൻ പൊക്കോളും. എന്നെക്കാളും പഠിപ്പം അവരപ്പാപ്പനും മോനുമാണ്. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല പറയുന്നൊരു പുറത്തുള്ളവരായിരിക്കും. ഇപ്പൊ ചേച്ചി പറഞ്ഞു, ഒരു മാരേജ് കഴിഞ്ഞൊരു 3 വർഷം കഴിയുമ്പോഴാണ് കൺസീവ് ആകുന്നത്. അത് കഴിഞ്ഞപ്പോഴും പ്രശ്നങ്ങൾ. അപ്പൊ ഈ സമയത്തൊക്കെ മറ്റേ പുറത്തുള്ളവരായിരിക്കും ഇങ്ങനെ കുറ്റം പറ്റില്ല കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ സംസാരിക്കാത്ത ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ ആൻസൺ ചേട്ടന് ഇതുവരെയായിട്ട് നമ്മൾ ഈ സംസാരിച്ചിട്ടില്ല ഇതിനിടയ്ക്കൊന്നും. പക്ഷെ എനിക്കൊന്ന് ഏറ്റവും വലിയൊരു ഇവര് തമ്മിൽ തടിച്ചു പിരിഞ്ഞു സപ്പോർട്ട് ഫില്ലറായിട്ട് നിൽക്കുന്ന ആൻസൺ ചേട്ടനായിരിക്കും. കാരണം ചേച്ചിയുടെ കൂടെ ആരൊക്കെ നിന്ന് പറഞ്ഞാൽ പാർട്ട്ണർ നിൽക്കുന്ന പോലെ വരില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കൊറോണ എന്നുള്ള വില്ലനെ ഞാൻ എടുത്ത് പറഞ്ഞത്. ആൻസൺ ചേട്ടനും സത്യം പറഞ്ഞാലും അന്ന് വരാൻ എന്താ പറയാ സാഹചര്യം സമ്മതിക്കില്ലായിരുന്നു. കാരണം ഈ കൊറോണ എൻ്റെ കൂടെ നിൽക്കുന്ന ആള് എൻ്റെ കൂടെ നിന്നേ പറ്റൂ. പുറത്തേക്ക് ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് പോലും പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഒന്നാമത് കൊറോണ, നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണം, ബിസിനസ് നടന്നാലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് ആൻസൺ ചേട്ടൻ്റെ അന്ന് ബിസിനസ്സാണ്, ഞങ്ങൾക്ക് ഫിഷറീസ് ആണ്, ബോട്ടൊക്കെയാണ്. അപ്പൊ അത് വലിയൊരു ക്രൗഡിൽ നിന്ന് ചെയ്യേണ്ട ബിസിനസ്സാണ്. അപ്പൊ ഈ ക്രൗഡിൽ നിന്നിട്ട് എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് സമ്മതിക്കേയില്ല. അപ്പൊ എന്നെ ആൻസൺ ചേട്ടൻ്റെ വൺസ് ഇൻ എ വൈൽ വന്ന് കാണുക എന്നുള്ളൊരു രീതിയിൽ മാത്രമേ പറ്റുള്ളായിരുന്നു. അത് ആൻസൺ ചേട്ടൻ്റെ കുറ്റം കൊണ്ടല്ല, അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു. വീട്ടിലേക്ക് പോലും വരുന്നതിന് മുൻപ് കൊറോണ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് പോലും ആൻസറിന് വരാൻ പാടുള്ളായിരുന്നു. NICUലേക്ക് നോക്കുന്ന കാര്യം കടത്തുകയില്ല, കാരണം ഈ ഒരു അവർ ചോദിക്കും ആ സമയത്ത്. കാരണം അത്രയും കുട്ടികളുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് അത് പറയുന്നത്. നമുക്ക് ആ ഒരു സമയത്ത് സങ്കടം തോന്നുമെങ്കിലും അതാണ് അതിൻ്റെ റീസൺ. പക്ഷെ പലരും അത് വ്യാഖ്യാനിച്ചെടുക്കുക, ഞങ്ങൾ തമ്മിൽ എന്തോ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് ഈ ഒരു ടൈം പീരീഡിൽ ആൻസൺ ചേട്ടൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പറയാനില്ലാത്തതും അതുകൊണ്ടാണ്. അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹമില്ലാണ്ടൊന്നുമല്ല. എൻ്റെ ഫോണിൽ വിളിച്ച് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആൻസൺ ചേട്ടൻ എന്നേക്കാൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പൊ ഈ തകർന്നിരിക്കുന്ന 2 പേരും കൂടി ഫോൺ വിളിച്ച് കരയാ എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് അന്നുള്ള ഓപ്ഷൻ. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ട്രഗിൾസിൽ ആൻസൺ ചേട്ടൻ്റെ പേര് എന്താ പറയാ അധികം വരാത്തത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ആൻസൺ ചേട്ടൻ മാത്രല്ല, ആൻസൺ ചേട്ടൻ്റെ ഫാമിലിയുടെയും. കാരണം അവർക്കൊന്നും വരാൻ പറ്റില്ല, വന്നാലും കാണാനോ ഒന്നും പറ്റില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ. ഇപ്പൊ ഇവിടുത്തെ താരം എന്ന് പറയുന്നത് നമ്മുടെ പാച്ചു ആയിരിക്കും അല്ലേ? പാച്ചുവിന്റെ വിശേഷങ്ങളാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാ ആഴ്ചയിലും വീഡിയോ ട്രെൻഡിങ് ആണ്. പാച്ചു വരുന്നു, മറ്റേ പാച്ചുവിന്റെ അമ്മ ഡിംപ്ലേ ചെയ്യുന്ന എല്ലാ വീഡിയോസും എല്ലാ ആഴ്ചയിലും ട്രെൻഡിങ് ആണ്. ഇതെങ്ങനെയാണ് എല്ലാ ആഴ്ചയിലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്? അത് ഒരു സമയത്ത് എല്ലാ വീഡിയോസും ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ വല്ലപ്പോഴൊക്കെ വീട് കിട്ടുന്ന ട്രെൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെയായി. അപ്പൊ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാനീ പറഞ്ഞ പോലെ എല്ലാം ഒരു പ്രോപ്പർ ഒരു വ്ളോഗിന് ഇന്ന കണ്ടന്റ് വേണം, അങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് ചെയ്യുന്നതൊന്നുമല്ല. പ്രത്യേകിച്ച് ഇവരെ വെച്ചിട്ട് പറ്റില്ല കാര്യങ്ങൾ. കാരണം എന്നെ സംബന്ധിച്ച് അവനാണ് പ്രയോറിറ്റി. അവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അത് പാച്ചുവിന് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം,
നല്ല രീതിയിൽ പോകുന്നത് വീഡിയോസ് ഒക്കെ. ഇപ്പൊ പാച്ചുവിന്റെ വിശേഷങ്ങൾ വെക്കുമ്പോഴത്തേന് ഇപ്പം പ്ലേ സ്കൂളിലാണല്ലേ, ഭയങ്കര വഴക്കൊക്കെ ഉണ്ടോ, ഭയങ്കര വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലാ? വാശിയൊന്നുമില്ല, നല്ല കുറുമ്പനാണ്. വാശിയല്ല, കുറുമ്പനാണ്, രസമാണ് കണ്ടിരിക്കാനായിട്ട്. ഈ അമ്മമാരൊക്കെ പറഞ്ഞു ഇവനെ കൊണ്ട് ഈ കാര്യം സഹിക്കാൻ വയ്യ, ഇപ്പൊ രാത്രിയിലൊക്കെ ഉറങ്ങുമ്പോഴായിരിക്കും അങ്ങോട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ എന്താണ് മെയിൻ ആയിട്ട് ഉള്ളൊരിത്? ഇവ ഭയങ്കര കുസൃതിയാണ് ഈ കാര്യത്തില്, ഇവരെ മേയ്ക്കാനേ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യം എന്താണ്? അങ്ങനെയില്ല, അവൻ ഭയങ്കര എന്ത് പറഞ്ഞാലും അവന് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അതെനിക്കിപ്പോ എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ അവനോട് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു 3 വയസ്സിനേക്കാൾ കൂടുതൽ അവന് പക്വതയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കുറുമ്പനാണ്. അവന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചിരി വരുന്ന കുറുമ്പുകളൊക്കെ കുറെ കാണിക്കും. അപ്പോ അതാണ് അവന്റെ ഹൈലൈറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയ കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് അത് വലിക്കും. പിന്നെ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹപ്രകടനാണ്. ഇപ്പൊ നിങ്ങളെ കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് തൊട്ട് തഴുകി, അങ്ങനെയാണ്, സ്നേഹിച്ചു കൊല്ലുന്ന ഒരാളാണ് പാച്ചു. അപ്പൊ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇവിടെ അവനെ. വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇങ്ങനെ നിന്നോളൂ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലാതെ? അവന് വീഡിയോ എടുക്കണം, ഇപ്പൊ അവന് വ്ളോഗ് ചെയ്യണം, അതൊക്കെയാണ് ആവശ്യം. ഇപ്പൊ സംസാരിക്കുമല്ലോ അല്ലേ? കുറച്ചൊക്കെ, അതായത് ഭയങ്കരമായിട്ടുള്ള അങ്ങനെയല്ല, എന്നാലും അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവൻ. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേന് ഇവനിങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേന് എനിക്ക് ഒരുപാട് കമന്റ്സ് ഒക്കെ വരും അല്ലേ? പാച്ചുവിനെയാണ് എല്ലാവരും ചോദിക്കും. ഇപ്പൊ എന്നെ കാണാൻ വേണ്ടിട്ടല്ല ആരും വീഡിയോ ആക്ച്വലി കാണുന്നത്, അവനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ അമ്മയായതിനു ശേഷം അല്ലെങ്കിൽ പാച്ചു വന്നതിന് ശേഷം ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണ് ചേച്ചി? അല്ലെങ്കിൽ ഒരു മദർഹുഡ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് വരുമ്പോൾ അത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ അവൻ മാത്രമാണ്. അപ്പോൾ എന്ത് പറയുകയാണെങ്കിലും അവനിലേ ചെന്ന് അവസാനിക്കുകയുള്ളൂ എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഞങ്ങള് ഭയങ്കര ക്ലോസാ, ഞാനും പാച്ചും. എല്ലാ അമ്മമാരും ഭയങ്കര ക്ലോസ് ആണ്, അല്ലാന്നല്ല. പക്ഷെ കൂടുതലും ഞാനും അവനുമാണ് ഒരു ടീമാണ്. ഞങ്ങൾ ശരിക്കും ഒരു ഫ്രണ്ട്സ് പോലെയാണ്. കാര്യം 3 വയസ്സായിട്ടുള്ളൂ എങ്കിലും അവന് ഞാനിപ്പോ എന്തെങ്കിലും മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ കരയാണെങ്കിൽ അവൻ ഓടി വന്ന് ആശ്വസിപ്പിക്കും. അതൊക്കെ ഉണ്ട് മൂപ്പരുടെയില്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അമ്മ 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 എന്നൊക്കെ വന്ന് നമ്മളെ കാര്യം അവനെ മനസ്സിലാക്കാനുള്ള പ്രായം ആയിട്ടില്ലെങ്കിൽ പോലും അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചില സമയത്ത് നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും അത് എപ്പോഴും ഒരു സന്തോഷമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവന്റെ ഓരോ മൈൽ സ്റ്റോൺസ് കാണുമ്പോഴും എന്നിലെ അമ്മ ഭയങ്കര പ്രൗഡാണ്. ഇപ്പൊ വല്ലപ്പോഴും അല്ലേ ആൻസൺ ചേട്ടൻ വരുന്നുള്ളൂ. അപ്പം ആൻസൺ ചേട്ടനോട് അടുക്കാറൊക്കെ ഉണ്ടോ? കാരണം ഇടയ്ക്ക് ഈ അച്ഛന്മാരുടെ അടുത്ത് മറ്റേ കുഞ്ഞുങ്ങൾ ചില ഈ അമ്മമാരെ എന്നും കാണുന്നുണ്ട്, അവരോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ്. ആൻസനെ ഭയങ്കര ഇഷ്ടമാണ്. ആൻസനെ കണ്ടാൽ പിന്നെ അപ്പാന്ന് പറഞ്ഞിട്ട് പിന്നെ മേത്തുനിന്ന് ഇറങ്ങില്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രകടിപ്പിക്കും അവൻ ഭയങ്കരമായിട്ട് സ്നേഹം. അങ്ങനെയാണ്. എന്നാൽ പോലും ഇടയ്ക്ക് ഒന്ന് നോക്കും, അമ്മയ്ക്ക് വിഷമാവുന്നുണ്ടോ, അങ്ങനെയും അവൻ ചിന്തിക്കുന്ന ഒരു കുട്ടിയാ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരെയും അവന് ഒരുപോലെ സ്നേഹിച്ചപ്പോ ഇവിടെ നിൽക്കുമ്പോ ഞാൻ വിചാരിക്കും ഇനി ഇവിടെ അപ്പാപ്പനും അമ്മാമ്മ ഇല്ലാണ്ട് അവൻ ജീവിക്കില്ല, ഇനിയിപ്പൊ ഞങ്ങള് മുനമ്പത്തേക്ക് പോയി അവൻ കരച്ചിലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അവിടെ എത്തിയാൽ അവിടത്തെ അപ്പാപ്പനും അമ്മാമ്മയുടെയും സ്നേഹിച്ചു കൊല്ലും. അങ്ങനെയാണ്. അപ്പം അവൻ എവിടെ പോയാലും അവൻ ഭയങ്കര ലവ്വിങ് ആണ്, ഭയങ്കര ലവബിൾ ആണ് എല്ലാവരോടും. അങ്ങനെയാണ്. ഇപ്പൊ സ്കൂളിൽ പോയാൽ നമ്മൾ വിചാരിക്കും ദൈവം ഈ കുട്ടി ഇനി സ്കൂളിൽ നിന്ന് വരില്ല, കാരണം അവരുടെ മാമിന്റെയും അവിടുത്തെ ടീച്ചേഴ്സിന്റെയും ഒക്കത്താണ് അവൻ. പക്ഷെ നമ്മളെ കാണുമ്പോ അങ്ങനെയാ, എല്ലാവരെയും ഭയങ്കര സ്നേഹിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഞാനിന്ന് ഇവിടെ ഡിംപിൾ ടീച്ചർ ഇന്റർവ്യൂവിനൊക്കെ വരുവാന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മ ഇങ്ങനെ വിളിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പൊ അമ്മ ചോദിച്ചു, ഓ ഡിംപിൾ നമ്മൾ നേരത്തെ സീരിയലിലും സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയല്ലേ എന്നൊക്കെ. അതായത് അവർക്കൊക്കെ ഇപ്പോഴും ഭയങ്കര, എൻ്റെ അമ്മേനൊക്കെ പറയുമ്പോൾ ആ സമയത്ത് സീരിയല് അല്ലെങ്കിൽ സിനിമയെ കണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാനുള്ള കാര്യം ഇനി ഡിംപിൾ എന്താണ് ഇപ്പൊ അഭിനയിക്കാത്തത്, അല്ലെങ്കിൽ ഇനി സീരിയലിലേക്ക് സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാവോ? പ്ലാൻ ചെയ്തിട്ടില്ല. ഓഫേഴ്സ് ഇപ്പോ നമുക്കിപ്പോ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓരോ സീരിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഡിംപിൾ ഇപ്പോ ഇനിയിപ്പോ നോക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സീരിയലില് നമുക്ക് കാസ്റ്റിംഗിന്റെ ലിസ്റ്റ് കൊടുക്കാനാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല കോൾസ് വരാറുണ്ട് സീരിയൽസിലേക്ക് കേട്ടോ. ഇപ്പൊ തമിഴിന്ന് ഈ അടുത്തൊരു നല്ലൊരു ഓഫർ തന്നെയായിരുന്നു, വന്നിരുന്നു. പക്ഷെ ഇപ്പത്തേക്ക് ഞാൻ തൽക്കാലം ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അവൻ്റെ ഇത് ഭയങ്കര നിർബന്ധമാണ്. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. ഇപ്പൊ ഞാനിപ്പോ അവന്റെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ അപ്പാപ്പൻ അമ്മമ്മ ഉണ്ടല്ലോ, അവരാ ചെയ്തോട്ടെ, ഞാൻ എന്നെ എന്റെ പണി നോക്കി പോവാം, അങ്ങനെ ഞാൻ ചെയ്യില്ല.
എനിക്ക് തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ അവന് വേണം ഫുൾ ടൈം, ഞാൻ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിൽക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ഫുൾ ടൈം ഞാൻ അവന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാത്ത സമയത്താണ് ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പൊ അവൻ ഒന്ന് സ്കൂളിലൊക്കെ പോയി സെറ്റിൽ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ അപ്പൊ ആലോചിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ ആ ഒരു 24 ഏജില് മാരേജ് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അപ്പം ഇവിടെ ഒരു രീതിയാണ് നമ്മൾ ജനിച്ചു വളരുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു രീതി കാണും. അപ്പോഴും ഈ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിടേണ്ടി വരുമല്ലോ. അപ്പം ശരിക്കും ചേച്ചിക്ക് എവിടെയാണ് കുറെ കൂടെ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നി, അല്ലെങ്കിൽ എന്റെ ലൈഫ് ഒന്ന് ചേഞ്ച് ആയെന്ന് തോന്നിയത് എവിടെയാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കാണുമല്ലോ, രണ്ടിടത്തും ഓക്കെയാണോ, എങ്ങനെയായിരുന്നു? ഇവിടുത്തെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് ആൻസിന്റെ ഫാമിലി. എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങള് ഡാഡി മമ്മി ചേട്ടൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഫ്രണ്ട്സിനെ പോലെയാണ്. നമുക്ക് എന്തും പറയാം, നമുക്കൊന്ന് ആലോചിക്കേണ്ട പറയാൻ. പിന്നെ നമ്മൾ കുഞ്ഞിലെ മുതലേ നമ്മുടെ നല്ലതും മോശവും അറിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്രായത്തിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ പരസ്പരം അറിഞ്ഞ് വളരുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിലും അങ്ങനെ ഒരു ചിന്തിച്ച് പറയണ്ട. പക്ഷെ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ ആ 24 വയസ്സ് മുതലുള്ള നമ്മളെ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് അവർക്ക് കംപ്ലീറ്റ്ലി അറിയില്ല. ഞാനും ഒരു പ്രോപ്പർ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പൊ ഞാനും ആദ്യമായിട്ട് ഇവരായിട്ട് ഇടപഴകുമ്പോൾ എനിക്കും അവരെ കംപ്ലീറ്റ്ലി, അവർ പറയുന്നത് ചിലപ്പോൾ തമാശയായിട്ട് ആയിരിക്കാം, ചിലപ്പോൾ എനിക്കത് വിഷമമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും ഭയങ്കര ഡിഫറെന്റ് ആണ് ഫാമിലി. അവിടെ കുറച്ച് പപ്പയും മമ്മിയും കുറച്ചും കൂടി ട്രഡീഷണൽ രീതികളാണ്. ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഔട്ടിങ് പോവുക, അങ്ങനെയൊന്നും അങ്ങനെ താല്പര്യമില്ലാത്ത പപ്പയും മമ്മിയൊക്കെയാണ്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി. പിന്നെ ഒരു ബാലൻസിൽ പോവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ വീട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പോയ വീട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് ഒരുപോലെ എല്ലാവർക്കും ഫീൽ ചെയ്യും എന്നുള്ളത്. എനിക്ക് രണ്ടും രണ്ട് രീതികളാണ്, രണ്ട് സ്ഥലത്ത് രണ്ട് ക്യാരക്ടറാണ് ഞാൻ. ഇവിടെ ഈ പറഞ്ഞ പോലെ എന്ത് ചളി അടിച്ച് നടക്കും, അവിടെ പോയാൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് മരുമകളായിട്ട് നിൽക്കും, അത്രേ ഉള്ളൂ. ഇപ്പം എല്ലാരും ഇപ്പൊ നമ്മൾ പെൺകുട്ടികൾ നോർമലി പറയാറുണ്ട് ഈ ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് ലൈഫ് മാറിപ്പോകും, ചിലർക്ക് മിസ് ചെയ്യാറൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മിസ്സിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ചേച്ചി കല്യാണം? ഉണ്ടാവാറുണ്ട്. എന്താണ് മെയിൻ ആയിട്ട് ഈ കല്യാണത്തിന് ശേഷം മിസ് ചെയ്യുന്ന കാര്യങ്ങൾ? ഈ പറഞ്ഞ പോലെ നമുക്ക് ചില സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരേണ്ട കാര്യങ്ങൾ പോലും ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കേണ്ടി വരും. ചിലപ്പോ നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ട കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതെനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, എന്റെ വീട്ടിലേക്ക് ഞാൻ എന്തിനാണ് അനുവാദം ചോദിക്കണേ പോകേണ്ടത്? പിന്നെ ഇതിനും അവർക്ക് അത് ഇഷ്ടാവില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഞാനത് ചെയ്താലോ? അപ്പൊ ചിലപ്പോ ഇവിടുത്തെ പാരന്റ്സ് തന്നെയാവും പറയാം, അത് ചിലപ്പോ ആൻസിന്റെ ഫാമിലിക്ക് ഇഷ്ടാവില്ല. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ അടുത്ത് മൂക്കുത്താൻ പറയാം എല്ലാവരും. അപ്പോൾ ഞാൻ അതിങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല, പപ്പയ്ക്കും മമ്മിക്കും ചിലപ്പോൾ ഇഷ്ടാവില്ല. അങ്ങനെ മാറ്റി വെച്ച പല കാര്യങ്ങളുണ്ട്. ശരിക്കും അങ്ങനെ നോക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോവാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ അവരുടെ ഇഷ്ടവും കുറെയൊക്കെ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ മാറ്റങ്ങളാണ്. ഇപ്പൊ നമ്മള് ചേച്ചി തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെയൊക്കെ ലൈഫില് നമ്മളുടെ എന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മള് എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഓരോ പ്രതിസന്ധികൾ തരും. അത് തരണം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഷെല്ല് പൊട്ടിച്ച് നമ്മൾ പ്യൂപ്പ വരിക എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു വലിയ ഇതിലേക്ക് മാറി വരും, നമ്മൾ ബോൾഡ് ആവുന്നതൊക്കെ പറയും. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ മാരേജ് ഡെലിവറിയുടെ ഒക്കെ സമയത്തായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാൻ. ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യമായിട്ടും ഭയങ്കര വിഷമം തോന്നിപ്പോയി. സത്യമായിട്ട് ചേച്ചിയെ കാണാൻ വരുന്നത് വരെ ചിലപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയെ പറ്റി ഇങ്ങനെ എന്തായാലും ഓഫ് കോഴ്സ് നമ്മൾ നോക്കുമല്ലോ, ഇപ്പൊ കുറെ കാര്യങ്ങൾ ചോദിക്കണം. അപ്പൊ നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ശരിക്കും വിഷമായി പോയി ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. അപ്പൊ ആ ഒരു എനിക്ക് ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു അല്ലേ ആ ഒരു ഡെലിവറി ടൈം? അതെ, ഡെലിവറി ടൈം പ്രഗ്നൻസി തൊട്ട് എനിക്ക് ഭയങ്കര സ്ട്രഗിൾസ് ആയിരുന്നു. ഡെലിവറി ഞാൻ 26ാമത്തെ ആഴ്ചയിലാണ് ഡെലിവറി ചെയ്തത്. ട്വിൻസ് ആയിരുന്നു. ഇതൊന്നും ഒരുവിധം എല്ലാവർക്കും കഥകളൊക്കെ അറിയാം. എന്നാലും അപ്പൊ അതുവരെ എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇൻഡിപെൻഡന്റ്. ഞാൻ കാര്യം ചെറുപ്പം മുതൽ ഞാൻ ഷൂട്ട്സ് കാര്യങ്ങളായിട്ട് ഉണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരു ഫിനാൻഷ്യൽ കൺട്രോളോ അല്ലെങ്കിൽ എല്ലാം നോക്കാൻ എൻ്റെ ചുറ്റും എൻ്റെ ഡാഡി മമ്മി ഉണ്ട്. പിന്നെ ഇപ്പൊ അവിടെ പോകുമ്പോൾ ആൻസൺ ചേട്ടൻ, അവരുടെ പാരന്റ്സ് എല്ലാവരും എനിക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പേഴ്സിൽ ഒരു 5 രൂപ പോലും ഉണ്ടാവില്ല, 10 രൂപ പോലും ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞു. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരാളടുത്ത് നോ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു.
പക്ഷേ ഈ ഡെലിവറി കഴിഞ്ഞു, ആ കുറേ ക്രൈസിസും കാര്യങ്ങളും വന്നപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമായിരുന്നു. കാരണം NICU എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കുക. ആ സമയത്ത് ചിലപ്പോൾ പ്രത്യേകിച്ച് കൊറോണയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് നമുക്ക് സ്ട്രഗിൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും ആ സമയത്ത്. അപ്പം അങ്ങനെയുള്ള സമയം, പിന്നെ നമുക്ക് ഇമോഷണലി ആണെങ്കിലും പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നുമില്ല, കുട്ടിയെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു ഇമോഷണലി തകർന്ന് തരിപ്പണമായ സമയം. അപ്പൊ ആ സമയത്ത് എല്ലാവർക്കും മോനെ കുറിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പലരും എൻ്റെ ഇമോഷൻ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരും ഓക്കെ, പക്ഷെ പലർക്കും അതൊരു എന്താ പറയുക, മോൻ ക്രിട്ടിക്കലാണ് കിടക്കുന്നത്, പക്ഷെ അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനും ഓരോ ദിവസം തള്ളി നീക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നില്ല. അപ്പൊ അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പല കാര്യങ്ങളും ഇപ്പം അവൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നോ പറയണം. അവനത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കിനെ കേട്ട് നിൽക്കരുത് എന്നൊക്കെ അവനിലൂടെയാണ് ഞാൻ ശരിക്കും അതൊക്കെ പഠിച്ചത്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ നോ പറയാൻ തുടങ്ങിയത്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെതായ ഡിസിഷൻസും പറയാൻ തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയെന്ന് മാത്രം. ഒരു സ്ത്രീ പൂർണ്ണമാകുന്നത് ഒരു അമ്മയായി തീർച്ചയായിട്ടും ചേച്ചി പറയുന്നത് വെച്ചിട്ട് എനിക്കും തോന്നുന്നുണ്ട്. കാരണം കുറെ കാര്യങ്ങൾ ചേച്ചി തിരിച്ചറിയുന്നതും അതെ ഡെലിവറിക്ക് ശേഷമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും ഞാൻ പറഞ്ഞു തുടങ്ങിയത്, വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ലൈഫില്, ഈ ലൈഫ് എന്ന് പറയുന്ന ഒരു ബർത്തിനും ഡെത്തിനും ഇടയ്ക്കുള്ള ഒരു ചോയ്സ് ആണെന്ന് പറയല്ലോ. നമ്മുടെ എല്ലാ ചോയ്സ് അനുസരിച്ചാണ് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ചേച്ചി ഈ ഒരു ഇത്രയും ലൈഫിൽ കുറെ സ്ട്രഗിൾ ചെയ്തു, ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അപ്പൊ ചേച്ചി എടുത്തൊരു വൈസ് ഡിസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതെന്തായിരിക്കും പറയുന്നത്? വൈസ് ഡിസിഷൻ അത് അല്ലെങ്കിൽ ഒരു ചോയ്സ് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു ഡിസിഷൻ എടുത്താണല്ലോ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നത്. ഒരു ദിവസം എന്നെ ഇതുപോലെ ഡോക്ടർ വിളിച്ചിട്ട്, നമുക്ക് പറഞ്ഞല്ലോ ഡെയിലി കൗൺസിലിംഗ് സെഷൻ ഉണ്ടാവും. പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നറിയില്ല, ചിലപ്പോൾ നമുക്ക് മോനെ കിട്ടിയാലും അത് ഏത് തരത്തിൽ കിട്ടും മോനെ എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹോപ്പ് തരാത്ത രീതിയിൽ കുറെ സംസാരിച്ചു. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും കുറെ പറഞ്ഞു നമ്മളുടെ അടുത്ത്, ഇങ്ങനെ നമുക്കിനി ഇത് ട്രൈ ചെയ്യണ്ട, കാരണം ഇത് നമുക്ക് നല്ല രീതിയിലല്ല, ഹെൽത്തി ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അതും നമുക്ക് ലൈഫ് ലോങ് അതൊരു ബുദ്ധിമുട്ടാണ്. ഒരു പ്രശ്നമുള്ള ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അപ്പൊ ആ കുട്ടിക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ഇങ്ങനെ കുട്ടീനെ ബുദ്ധിമുട്ടിക്കല്ലേ, അപ്പൊ അതുകൊണ്ട് വയസ്സായിട്ട് നിങ്ങളത് വേണ്ട എന്നുള്ളത് മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് അത് ആ രീതിയിൽ പറയൂ എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രഷർ എനിക്ക് ഉണ്ടായിരുന്നു പല സൈഡിൽ നിന്നും. എൻ്റെ നന്മ ആലോചിച്ചിട്ട് തന്നെയാണ് കേട്ടോ, അതൊരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് ഇരുന്നപ്പോൾ ഞാൻ ആദ്യം മനസ്സിൽ ഇവിടുന്ന് എന്നാ ശരി എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ പറയാമെന്ന് വെച്ചിട്ടാ പോയത്. പക്ഷെ എനിക്ക് എന്തോ എനിക്ക് പറയാൻ തോന്നിയില്ല. ഇപ്പൊ പാട്ടൊക്കെ വന്നു തുടങ്ങി, പറയാൻ തോന്നിയില്ല. അന്ന് ഞാൻ പറഞ്ഞു ഏത് രീതിയിലാണെങ്കിലും ഞാൻ അവനെ നോക്കാൻ റെഡിയാണ്, അവന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാമോ അതൊക്കെ ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ചിലപ്പോ എനിക്ക് വേണ്ട, എനിക്ക് ഹോപ്പില്ല, എനിക്ക് അത് നല്ല രീതിയിലല്ല കുട്ടിയെ കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി അത് ഒരു എൻഡായി പോയേനെ. അന്നത്തെ ആ ഒരു ഡിസിഷൻ എനിക്ക് ഇപ്പം ഒരു സന്തോഷം, എനിക്ക് ആ ഒരു ഡിസിഷൻ വയസ്സായിട്ട് അത് എൻ്റെ മാത്രം ഡിസിഷനായിരുന്നു. ആൻസിഡാറ്റിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴും ആൻസിഡാറ്റിനും വേണം വീണ്ടും ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാലും ഫൈനലി ആൻസിഡാറ്റും പറഞ്ഞു പക്ഷെ നീ ഡിസൈഡ് ചെയ്തോ, കാരണം ഞാനായിരിക്കുമല്ലോ കൂടുതൽ നോക്കുക. അപ്പോൾ അത് ഞാൻ എൻ്റെ മാത്രം ഡിസിഷനായിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ എന്നെ ഇവിടെ ഇരിക്കുക സന്തോഷമായിട്ട് ഇപ്പൊ സംസാരിക്കും. പ്രേക്ഷകർക്കൊക്കെ അറിയേണ്ട ഒരു കാര്യം, ഇനി എന്താണ് മറ്റേ നമ്മുടെ കെൻട്രിക്ക് ഒരു പാച്ചിനൊരു കൂട്ട് വരുന്നതെന്നൊക്കെ എല്ലാരും ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ അതൊക്കെ പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഇനി ജീവിതത്തിലെ പ്ലാനിങ് ഞാൻ നിർത്തി, കാരണം പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല ലൈഫിൽ നടക്കുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവന് സിബ്ലിങ്സ് വേണം. എനിക്ക് ഒറ്റക്കുട്ടിയായിട്ട് വളർത്താൻ എനിക്ക് താല്പര്യമില്ല, അവന് എന്തായാലും സിബ്ലിങ്സ് വേണം. പക്ഷെ ഈ പറഞ്ഞ പോലെ അവനെ കുറച്ചും കൂടി ഞാൻ പറയില്ല, ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെയാണ്. അപ്പൊ അവന് പെട്ടെന്ന് ഇപ്പൊ ആ ഒരു പ്രഗ്നൻസിയിലേക്കൊക്കെ ആയാൽ ചിലപ്പോൾ അവനത് എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവൻ കുറച്ചും കൂടി പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായം, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കണം അവൻ.
അപ്പോൾ ആ ഒരു പ്രായത്തിൽ പിന്നെ ഞാനും ചേട്ടനും 7 വയസ്സ് വ്യത്യാസം. ഇപ്പം 7 വയസ്സ് വ്യത്യാസം വേണമെന്നല്ല പറയണത്, ചേട്ടൻ എന്നെ ടേക്ക് കെയർ ചെയ്തൊരു രീതിയുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ അവൻ ഇനി വരുന്ന ഒരാളെ ടേക്ക് കെയർ ചെയ്യണം. അപ്പം ആ ഒരു പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു പ്രായം. അപ്പം അങ്ങനെ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ദൈവം അതിന് മുൻപ് തരാണെങ്കിൽ അപ്പോഴും സ്വീകരിക്കാൻ റെഡിയാണ്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, ദൈവം തരുന്ന പോലെ. പ്ലാനുകൾ ഇല്ലാതെ ഒഴുക്കിനൊത്ത് പോവാണ് നല്ലത്. അതാവുമ്പോ വലിയ കുഴപ്പമില്ലാതെ. അപ്പൊ നമുക്ക് ഈ ബാക്കി വിശേഷങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡെയിലി ചേച്ചി യൂട്യൂബ് വഴി നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് വിശേഷങ്ങൾ അറിയാം. അപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് നമുക്ക് ഡിവിലേജ് ഇന്ന് കേട്ടിരിക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.